അടുത്ത വർഷം ജനുവരി 1 മുൻപ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. വീടുകളുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുമതി വൈകുന്നത് പദ്ധതിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. വസ്തു രജിസ്ട്രേഷൻ മുതൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലടക്കം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തെന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവരുടെ പരാതി. നിയമക്കുരുക്കുകൾ കാരണം ഉദ്യോഗസ്ഥർ അനുമതി നൽകുന്നില്ല. PMAY പ്രകാരമുള്ള നിർമ്മാണങ്ങൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെ അനുമതി നൽകണമെന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ആവശ്യം. ഇതിലേക്ക് ഒരു അപ്രൂവൽ പ്രോസസ്സ് നമ്മളുടെ ഇപ്പോൾ സാധാരണ പോകുന്ന പോലെ പോയാൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം ഒരു അപ്രൂവൽ, ഒരു 100 യൂണിറ്റ്സിൻ്റെ അപ്രൂവൽ എടുക്കണമെങ്കിൽ ഇവിടെ എങ്ങനെ വന്നാലും ഒരു വർഷമൊക്കെ എടുക്കും പല പല ഓഫീസുകളൊക്കെ. അതുകൊണ്ട് ഇനി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വേണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. പദ്ധതി പ്രകാരം 6 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിലെ 30,000 ഭവനരഹിതർക്ക് സഹായമെത്തിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള വീടുകൾ ലഭ്യമാക്കാനാണ് പദ്ധതി. വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ വീടുകൾ വാങ്ങുന്നതിന് പ്രത്യേക പലിശ നിരക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കാനുള്ള ചുമതല കുടുംബശ്രീക്കാണ്. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.